സോ ഗ്യാനിലേക്ക് സ്വാഗതം. ഞാൻ ചിപ്പി. നിങ്ങൾക്ക് ഇന്ന് ഹിന്ദിയുടെ ക്രാഷ് കോഴ്സിൻ്റെ 2 ചാപ്റ്ററുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം 2 ചാപ്റ്റർ വരുന്നത് സബ്സെ ബഡാ ഷോമാൻ, പിന്നെ അകാൽ ഓർ ഉസ്കെ ബാദ്. ആദ്യം നമുക്ക് സബ്സെ ബഡാ ഷോമാൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൻ്റെ അകത്ത് ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് പോകുന്നില്ല, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. इस अभद्र शोर ने माँ को स्टेज से हटने को मजबूर कर दिया. उस समय माँ की हालत कैसी होगी? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. ഇസ് അഭദ്ര ഷോറിനെ മാ കോ സ്റ്റേജ് സെ ഹട്നെ കോ മജ്ബൂർ കർ ദിയ ഉസ് സമയം മാ കി ഹാലത്ത് कैसी होगी. ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ അറിയാലോ, ചാർലി ചാപ്ലിൻ്റെ അമ്മയുടെയും ഒരു ചാപ്റ്ററാണ്. അമ്മ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആ സ്റ്റേജിൽ വെച്ച് അമ്മയുടെ സൗണ്ട് അടഞ്ഞു പോയപ്പോൾ ആൾക്കാർ ബഹളം വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ആ ബഹളത്തിനിടയിൽ അമ്മയ്ക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ആ സമയത്ത് അമ്മയുടെ ഹാലത്തെന്ന് പറഞ്ഞാൽ അവസ്ഥ, ആ സമയത്ത് അമ്മയുടെ അവസ്ഥ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ മാനെ ബഹുത് തനാവ് കാ അനുഭവ് കിയാ ഹോഗ. മാനെ ബഹുത് തനാവ് കാ അനുഭവ് കിയാ ഹോഗ. തനാവ് എന്ന് പറഞ്ഞാൽ വേദന, വിഷമം ആ സമയത്ത്. അപ്പോൾ അമ്മ ആ സമയത്ത് ഒരുപാട് വിഷമം സഹിച്ചിട്ടുണ്ടാവും. ജബ് താരീഫ് കർനെ വാലെ മാ കി ഹാലത്ത് സംജെ ബിന ഷോർ മച്ചാ രഹേ थे. അതായത് അമ്മയെ ആ സമയത്ത് പ്രോത്സാഹിപ്പിക്കേണ്ട ആൾക്കാർ അമ്മേനെ ബഹളം വെച്ച് സ്റ്റേജിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം എത്തി. അപ്പോൾ അമ്മയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം എന്താ, അമ്മയെ പ്രോത്സാഹിപ്പിക്കേണ്ട ആൾക്കാരാണ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടും ബഹളം കാണിച്ചുകൊണ്ടിരുന്നത്. കിസി ബി കലാകാർ കെ ലിയെ യഹ് സഹ് പാന മുഷ്കിൽ കി ബാത് ഹൈ. മാ വിവശ് ഹുയി ഹോഗി. അപ്പോൾ ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അത് നമുക്ക് സഹിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മാ വിവശ് ഹുയി ഹോഗി. വിവശ് എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത സങ്കടം, അതിനെയാണ് നമ്മൾ വിവശ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യന് ആൻസർ മനസ്സിലായെന്ന് കരുതുന്നു. ഒന്നും കൂടി പറയാം. ഇസ് അഭദ്ര ഷോറിനെ മാ കോ സ്റ്റേജ് से हटने को मजबूर कर दिया. उस समय माँ की हालत कैसी होगी? माँ ने बहुत तनाव का अनुभव किया होगा. जब तारीफ करने वाले माँ की हालत समझे बिना शोर मचा रहे थे. किसी भी कलाकार के लिए यह सह पाना मुश्किल की बात है. माँ विवश हुई होगी. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 5 साल का चार्ली स्टेज पर अकेला था. उस समय चार्ली ने क्या सोचा होगा? അത് നമുക്ക് ചാപ്റ്ററിൽ അറിയാം. അമ്മ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചാർലിക്ക് സ്റ്റേജിലേക്ക് കയറേണ്ടി വന്നു. ആ സമയത്ത് ചാർലി ചാപ്ലിന് 5 വയസ്സാണുള്ളത്. ചാർലി എന്ന് ഉദ്ദേശിക്കുന്നത് ചാർലി ചാപ്ലിനാണ്. നമുക്ക് അന്ന് ചാർലിക്ക് 5 വയസ്സായിരുന്നു. അപ്പോൾ ആ സമയത്ത് 5 साल का चार्ली സ്റ്റേജ് पर अकेला था. उस समय चार्ली ने क्या सोचा होगा? സ്റ്റേജിൽ കയറിയ സമയത്ത് ചാർലി എന്താണ് ആലോചിച്ചിട്ടുണ്ടാവുക? चार्ली ने सोचा होगा. आंसर ആണ് चार्ली ने सोचा होगा कि माँ ने क्यों गाना बंद किया. അപ്പോൾ ചാർലി എന്താണ് ആദ്യം ആലോചിച്ചത്? ചാർലിനെ സോച്ച എന്ന് പറഞ്ഞാൽ ആലോചിച്ചു. സോച്ച ഹോഗ കി മാനെ ക്യൂ ഗാന ബന്ദ് കിയ. എന്തുകൊണ്ടായിരിക്കും പാടുന്നത് നിർത്തിയത്? മാനെ ക്യൂ മുझे यहाँ अकेला छोड़ दिया है. എന്തിനായിരിക്കും അമ്മ എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടത്, തനിയെ വിട്ടത്? അക്കേല എന്ന് പറഞ്ഞാൽ അലോൺ, ഒറ്റയ്ക്ക്. മാനെ ക്യൂ മുझे यहाँ अकेला छोड़ दिया है. ഇത്തനെ അധിക് ലോഗോं के सामने क्या करूं. ഇത്ര അധിക് എന്ന് പറഞ്ഞാൽ ഒരുപാട്. ഇത്തനെ അധിക് ലോഗോं के सामने क्या करूं. ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സാമനെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ. എന്താണ് ചെയ്യേണ്ടത്? മാനെ ഗാനെ കോ കഹാ ഹെ ഇസ്ലിയെ മേ ഗാऊंगा. പക്ഷെ അമ്മ എന്നോട് പാടാനാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പാടും. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യനും ആൻസർ. ചാപ്റ്റർ നല്ലപോലെ വായിക്കുക, അപ്പോൾ ആൻസർ എഴുതാൻ പറ്റും. ഒന്നും കൂടി പറയാം. 5 साल का चार्ली स्टेज पर अकेला था. उस समय चार्ली ने क्या सोचा होगा. 5 വയസ്സുള്ള ചാർലി സ്റ്റേജിൽ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ചാർലി എന്താണ് ആലോചിച്ചത്? ആൻസർ ചാർലിനെ സോച്ചാ ഹോഗ കി മാനെ ക്യൂ ഗാന ബന്ദ് കിയ. എന്തിനായിരിക്കും അമ്മ പാടുന്നത് നിർത്തിയത്? മാനെ ക്യൂ മുझे यहाँ अकेला छोड़ दिया है. എന്തിനായിരിക്കും എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയത്? ഇത്രയും അധിക് ലോഗോं के सामने क्या करूं. ഇത്രയും ആൾക്കാരുടെ മുന്നിൽ എന്താ ചെയ്യുക? മാനെ ഗാനെ കോ കഹാ ഹെ ഇസ്ലിയെ മേ ഗാऊंगा. അമ്മ എന്നോട് പാടാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പാടും. അടുത്ത ക്വസ്റ്റ്യൻ. इस बात ने हाल को हंसी घर में तब्दील कर दिया. क्यों? इस बात ने हाल को हंसी घर में तब्दील कर दिया. क्यों? അതായത്
എന്തോ ഒരു റീസൺ ആ ഹാളിലിരിക്കുന്നവരെ വളരെയധികം സന്തോഷിപ്പിച്ചു. ഒരുപാട് ഹസീഘർ എന്ന് പറഞ്ഞാൽ ലാഫിങ് ഹൗസ്, അല്ലെങ്കിൽ ചിരിക്കുന്ന ഒരു ഇതായിട്ട് ആ ഒരു ബഹളത്തിൽ നിന്നൊക്കെ മാറി എല്ലാവരും വളരെ സന്തോഷത്തിലായി. എന്തുകൊണ്ടാണ്, എന്താണ് റീസൺ? ആൻസർ ആണ് ചാർലി സ്റ്റേജ് കെ വ്യവഹാർ നഹി ജാനതാ താ. അപ്പോൾ ചാർലിക്ക് സ്റ്റേജിൽ എങ്ങനെയാണ് ആൾക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചാർലിക്ക് അറിയില്ലായിരുന്നു. വഹ സ്റ്റേജ് മേ ബാൽ സഹജ് ഭോലേപ്പൻ സെ ജി രഹാ താ. സ്റ്റേജിൽ പോയപ്പോഴും ഒരു 5 വയസ്സായ ഒരു കുട്ടിയുടെ ഒരു നിഷ്കളങ്കതയും ആ ഒരു 5 വയസ്സായ ഒരു കുട്ടിയുടെ ഒരു പക്വതയൊക്കെ ഉണ്ട്. അത് വെച്ചാണ് ചാർലി സ്റ്റേജിൽ നിന്നത്. ഉസ്കാ ഗാന റോക്കർ പൈസ ബട്ടോർനേക്ക് ഘോഷണ. അപ്പോൾ ചാപ്റ്റർ നമ്മൾ വായിച്ചപ്പോൾ നമുക്കറിയാം ചാർലി പാടിക്കൊണ്ടിരുന്ന സമയത്ത് ആൾക്കാർ പൈസ സ്റ്റേജിലേക്ക് എറിയാൻ തുടങ്ങി. അപ്പോൾ ചാർലി എന്ത് ചെയ്തു, പാട്ട് നിർത്തിയിട്ട് ഉസ്കാ ഗാന റോക്കർ പൈസ ബട്ടോർനേക്ക് ഘോഷണ, അതായത് എന്താ പറഞ്ഞത്, ഇനി ഈ പൈസ എല്ലാം കളക്ട് ചെയ്തതിന് ശേഷമേ ചാർലി പാടുള്ളൂ എന്ന് പറഞ്ഞു. അത് ഒരു റീസൺ. മാനേജർക്ക് പീച്ചെ സന്ദേഹ് കെ സാത്ത് ജാന, അതായത് അപ്പോഴും നമുക്കറിയാം മാനേജറും ആ സമയത്ത് പൈസ സ്റ്റേജിൽ വീണു. അപ്പോൾ മാനേജർ സ്റ്റേജിലേക്ക് വന്നു, ഒരു കേർച്ചിഫൊക്കെ എടുത്ത് ആ കേർച്ചിഫിൽ പൈസ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ചാർലിക്ക് എന്താ തോന്നിയത്, ആ പൈസ എല്ലാം മാനേജർ കൊണ്ടുപോവുകയാണെന്നാണ് ചാർലി വിചാരിച്ചത്. പക്ഷേ ആ ചാർലി എന്ത് പറഞ്ഞു, ഈ പൈസ എല്ലാം എടുത്ത് അമ്മയ്ക്ക് കൊടുത്താലേ ചാർലി ബാക്കി പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മാനേജർ ഈ പൈസ എടുത്ത് പോയപ്പോൾ ചാർലിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ചാർലി എന്ത് ചെയ്തു, മാനേജറുടെ പുറകിലൂടെ പോയി. പിന്നെ ആദി ഇസ്ക ഉദാഹരണം. അപ്പോൾ ഇങ്ങനത്തെ റീസൺസ് എല്ലാം ഈ ഹാളിനെ ആൾക്കാരെ ചിരിപ്പിക്കാനുള്ള ഒരു റീസൺ ആയിരുന്നു. किसी भी बालक के इस प्रकार के व्यवहार देखने पर लोग सब कुछ भूलकर हंसने लगते हैं. അപ്പോൾ ഇനിയിപ്പോൾ എന്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഇങ്ങനത്തെ ഒക്കെ ഒരു 5 വയസ്സായ കുട്ടി ഇങ്ങനെയൊക്കെ കാണിച്ചാൽ എല്ലാവരും ഇത്രയും നേരം ബഹളം ഉണ്ടാക്കിയതൊക്കെ മറന്ന് എല്ലാവരും ചിരിക്കാനായിട്ട് തുടങ്ങി. ഇതാണ് ആ ഹാളിലിരുന്ന ആൾക്കാരെ ചിരിപ്പിക്കാനുള്ള റീസൺ ഇതാണ്. അപ്പോൾ ഒന്നും കൂടി ഞാൻ ക്വസ്റ്റ്യനും ആൻസറും പറയാം. ഇസ് ബാത് ने हॉल को हंसी घर में तब्दील कर दिया क्यों? आंसर, चार्ली स्टेज के व्यवहार नहीं जानता था, वह स्टेज में बाल सहज भोलेपन से जी रहा था. उसका गाना रोकर पैसे बटोरने की घोषणा, ഇതാണ് റീസൺ. ആദ്യത്തത് ഉസ്കാ ഗാന റോക്കർ പൈസ ബട്ടോർനെ കി ഘോഷണ, അതായത് പൈസ എടുക്കാനുള്ള ഒരു കാരണം. മാനേജർക്ക് പീछे സന്ദേഹ് കെ സാത്ത് ജാന, മാനേജറുടെ പുറകെ ഒരു ഡൗട്ടായിട്ട് പോവുക. ആദി ഇസ്കാ ഉദാഹരണം, ഇതെല്ലാം ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. किसी भी बालक के इसी प्रकार के व्यवहार देखने पर लोग सब कुछ भूलकर हंसने लगते हैं. ഏതൊരു കൊച്ചുകുട്ടി ഇങ്ങനെയൊക്കെ കാണിച്ചാലും ആൾക്കാരെല്ലാം മറന്ന് ചിരിക്കാൻ തുടങ്ങും. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉസ്നെ ജന്മ ലേ ലിയാ ഥാ, ഇസ്സേ ക്യാ മത്ലബ് ഹെ? ഉസ്നെ ജന്മ ലേ ലിയാ ഥാ, ഇസ്സേ ക്യാ മത്ലബ് ഹെ? ഇവിടെ ഉസ്നെ എന്ന് ഉദ്ദേശിക്കുന്ന ആരാ? ചാർലി ചാപ്ലിൻ. ഉസ്നെ ജന്മ ലിയാ ഥാ, ചാപ്റ്റർ എൻഡ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണിത്. ഉസ്നെ ജന്മ ലിയാ ഥാ, ഇസ്സേ ക്യാ മത്ലബ് ഹെ? ഇതിൻ്റെ ആൻസർ, ചാർലി ചാപ്ലിൻ വിശ്വ കെ ഇതിഹാസ് മേ ഏക് അദ്വിതീയ വ്യക്തിത്വ ഹെ. അപ്പോൾ നമുക്ക് ചാർലി ചാപ്ലിനെ കുറിച്ച് അറിയാം. ചാർലി ചാപ്ലിൻ വിശ്വ കെ ഇതിഹാസ് മേ ഏക് അദ്വിതീയ വ്യക്തിത്വ ഹെ, അതായത് ചാർലി ചാപ്ലിൻ, വിശ്വം എന്ന് പറഞ്ഞാൽ വേൾഡിൽ തന്നെ ഒരു അത്ഭുതമായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു, ഒരു പ്രത്യേകതരം ഒരു ക്യാരക്ടറായിരുന്നു, ഒരു ആക്ടറായിരുന്നു ചാർലി ചാപ്ലിൻ. അപ്നി മാ കി വിവശതാ ഹി ഉസ്കെ സ്റ്റേജ് മേ ആനെ കാ കാരൺ ബന. ആദ്യമായിട്ട് ചാർലി ചാപ്ലിൻ സ്റ്റേജിൽ വരുന്ന എപ്പോഴാണ്? അമ്മയുടെ ആ ഒരു അവസ്ഥയിലാണ് ചാർലി ചാപ്ലിൻ ആദ്യമായിട്ട് സ്റ്റേജിൽ വരുന്നത്. അപ്പോൾ സ്റ്റേജിൽ വരാനുള്ള റീസൺ അപ്നി മാ കി വിവശതാ ഹി ഉസ്കെ സ്റ്റേജ് മേ ആനെ കാ കാരൺ ബന. 5 साल के उस भोलेपन में ही उसने लोगों को आनंदित कर दिया. 5 വയസ്സുള്ളപ്പോൾ തന്നെ 5 വയസ്സിൻ്റെ ആ ഒരു നിഷ്കളങ്കതയും ആ ഒരു ഒരു കുട്ടിത്വമൊക്കെ വെച്ച് തന്നെ ആൾക്കാരെ ആനന്ദിത് കർ ദിയ, ആൾക്കാരുടെ ഇടയിൽ ഒരു ആനന്ദം കൊണ്ടുവരാൻ ചാർലി ചാപ്ലിന് കഴിഞ്ഞിരുന്നു. ഇസ്ലിയെ ഏസാ കഹാ ഗയാ ഹെ, അതുകൊണ്ടാണ് ഉസ്നെ ജന്മ ലേ ലിയാ ഥാ എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി ആൻസർ പറയാം. ചാർലി ചാപ്ലിൻ വിശ്വ के इतिहास में एक अद्वितीय व्यक्तित्व है. अपनी माँ की विवशता ही उसके स्टेज में आने का कारण बना. 5 साल के उस भोलेपन में ही उसने लोगों को आनंदित कर दिया, इसलिए ऐसा कहा गया है. എങ്ങനെ? ഉസ്നെ ജന്മ ലേ ലിയാ ഥാ, ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന അതിൻ്റെ ആൻസർ ഇതാണ്.
ओके, അടുത്ത क्वेश्चन ആണ്. दुनिया के सबसे बड़े शोमैन का यह पहला शो था. इस घटना के आधार पर एक रपट तैयार करें. रपट എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട്, നമ്മൾ ഇംഗ്ലീഷിലൊക്കെ എഴുതുന്ന അതേ തന്നെ. दुनिया के सबसे बड़े शोमैन का यह पहला शो था. അതായത് ദുനിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേൾഡിൽ തന്നെ സബ്സെ ബഡാ ഷോമാൻ, ഏറ്റവും വലിയൊരു ഷോമാൻ്റെ ആദ്യത്തെ ഷോ ആയിരുന്നു. അതാരാണ്? ചാർലി ചാപ്ലിൻ്റെ ഫസ്റ്റ് ഷോയെ കുറിച്ചാണ് പറയുന്നത്. ഇസ് ഘട്ടന കെ ആധാർ पर एक रपट तैयार करें. റിപ്പോർട്ട് എഴുതാനാണ് പറയുന്നത്. 5 साल के बच्चे ने हाल को हंसी कर में बदल दिया. ഇതിൻ്റെ പറയുന്നത് കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ക്രിസ്മസ് എക്സാം അങ്ങ് അടുത്തല്ലേ, എക്സാം എന്ന് കേട്ട് പാനിക് ആവണ്ട. ഇനിയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു എക്സ്പേർട്ട് മെന്ററിന്റെ സഹായത്തോടു കൂടി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, PYQ അനാലിസിസ്, സിസ്റ്റമാറ്റിക് റിവിഷൻ എന്നിവയടങ്ങിയ ഒരു കംപ്ലീറ്റ് ക്രാഷ് കോഴ്സ് പാക്കേജ് ഗ്യാൻ ഇന്ത്യ നിങ്ങൾക്കായി വെബ്സൈറ്റിലൂടെ ഫ്രീ ഓഫ് കോസ്റ്റ് നൽകുന്നു. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ഞങ്ങളുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യൂ.